ഇറങ്ങിക്കോളാടാ, ഒരു 10 മിനിറ്റ്. ആ അളിയ ഇപ്പം അങ്ങോട്ട് വിളിക്കാവേ. ആ ഡീ, നീ ഇത്ര നേരത്തെ ഇറങ്ങിയോ? എടാ ശരിക്കും ഞാൻ പെട്ടിരിക്കുക, വർക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ആ അപ്പം നീ ശരിക്കും ഉഴപ്പിയല്ലേ. നിന്നെപ്പോലൊരു എക്സൽ പുലിക്ക് പിന്നെ ഇതൊക്കെ എന്ത്? എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല. എന്ത് പറയാനാ, ഐ എം ഫുള്ളി സ്ട്രെസ്ഡ്. വേലായുധൻ സാർ ആണെങ്കിൽ എന്നെ ഓർത്ത് ഫുള്ളി അപ്സെറ്റ് ആണ്. പിന്നെ ഷുഡ് ഐ ഡ്രോപ്പ് യു അതോ ക്യാബ് വിളിച്ചു പോവോ? ക്യാബ് ഞാൻ വിളിച്ചു തരണോ? ഓ അത് ഞാൻ പൊക്കോളാം, നീ പൊക്കോ. ചെറിയൊരു തൊണ്ട നനയ്ക്കലുണ്ടേ. അപ്പോൾ ശരി, കാണാം. ഓക്കെ ബൈ. എന്നാലും ദിസ് വാസ് ടു ഫാസ്റ്റ്. ഇന്നലെ വൈകിട്ട് കണ്ടപ്പോഴും നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഐ എം നോട്ട് ഓക്കെ ദേർ. ഇന്നലെ രാത്രി ഞാൻ മൊത്തം ഇരുന്ന് ചിന്തിച്ചു, അത് ശരിയാവില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എമർജൻസി റെസിഗ്നേഷൻ കൊടുത്തത്. അതിന് വേലായുധൻ സാർ ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ വാട്ട് ഹാപ്പൻ ടു യു? എടാ I'll tell you. രോഹിത് അവൻ എന്നോട് നല്ല രീതിയിലല്ല പെരുമാറുന്നത്. ഇൻഫാക്ട് ഹി മിസ്ബിഹേവ് ടു മീ മെനി ടൈംസ്. വാട്ട്? നമ്മളെ രോഹിത്തോ? ഐ കാൻ ബിലീവ്. പിന്നെ നീ എന്തിനാ ആളുടെ കൂടെ പോന്നേ? എല്ലാത്തിനും കാരണം ആ ജോലിയാ. ജോലിയാ? അതാരാ? എടാ ജോളി, MBA പഠിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ പച്ച പിടിക്കാത്ത നീ തന്നെയുള്ളൂ. എന്തിനെങ്കിലും ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ടോ മച്ചാനെ നീ? കല്യാണമൊക്കെ പൊളിഞ്ഞതേ നന്നായിന്നേ ഞാൻ പറയൂ. എന്തോരം പോയേ പോകാനതിലേറെയതുണ്ട്, വെണ്ണോരം നീളേ സ്വപ്നങ്ങൾ കാണുവതേറെ. എന്നാണ് ഈ ലൈഫിൽ അടിമുടി മാറണം, അതിനൊരു പോംവഴി എല്ലാമേ എന്നുടെ തലയിലെടുത്താണ്. എന്നാണ് ഈ ലൈഫിൽ അടിമുടി മാറണം, അതിനൊരു പോംവഴി എല്ലാമേ എന്നുടെ തലയിലെടുത്താണ്. കേട്ടോ കേട്ടതിലെത്തര വാർത്തകൾ ഇത്തരമോർത്തു കഴിഞ്ഞാൽ അറിയാക്കഥ ഇട്ടു നിറച്ചൊരു ചെപ്പു കണക്കാണ്. പല പല ലൈഫാണ്, തിരഞ്ഞാൽ അതും ഒരു വൈബാണ്. പലരിത് പല വേഷം നടിച്ചാൽ അത് വഴി പോക്കാണ്. ഞാനാ ജോളി ജോളി ജോളി, ഞാനാളൊരു ജോളി. വേഗം വേഗം വേണ്ടത് ജോലി, പുതിയൊരു ജോലി. എന്തോരം പോയേ പോകാനതിലേറെയതുണ്ട്, വെണ്ണോരം നീളേ സ്വപ്നങ്ങൾ കാണുവതേറെ. എന്നാണ് ഈ ലൈഫിൽ അടിമുടി മാറണം, അതിനൊരു പോംവഴി എല്ലാമേ എന്നുടെ തലയിലെടുത്താണ്. ജോളി ജോളി ജോളി, ഞാനാളൊരു ജോളി. വേഗം വേഗം വേണ്ടത് ജോലി, പുതിയൊരു ജോലി. ചിക്കൻ്റെ കടയുണ്ട്, മട്ടൻ ബിരിയാണിയുണ്ട്, സാലഡ് പപ്പടം കൂട്ടി കുഴച്ചത് ലക്ഷമകത്തേക്ക്. ഡോ, നിനക്ക് എക്സ്പോർട്ട് കമ്പനിയിൽ പിടിച്ചിരുന്നാൽ പോരായിരുന്ന? ഇതിപ്പോഴുള്ള ജോലിയും പോയി, ഉണ്ടായിരുന്ന മോതിരവും വിറ്റിട്ട് ആകാശിന് ബിരിയാണി തിന്നണ്. കഷ്ടം. എൻ്റെ ഇക്ക ചെറിയൊരു തെറ്റിനാ ജോലി പോയത്. എന്ത് ചെറിയ തെറ്റ്? കമ്പ്യൂട്ടറിൽ എന്താ ചെയ്തപ്പോൾ പണിയായതല്ലേ? ഒലയ്ക്ക ഒരു കമ്പനിയായിട്ടുള്ള ടൈപ്പ് പോയി, സബ്മിഷൻ ലേറ്റ് ആയതിന്. അതിനാണ് ഇതിനാണെന്ന് പറഞ്ഞ് നീ ഇവിടെ ഇരുന്നു. നിനക്കെല്ലാം നിസ്സാരമാണ്. എൻ്റെ ഇക്ക വെറുതെ മനുഷ്യനെ ചൊറിയാൻ നിൽക്കല്ലേ, ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ.
ആ തിന്ന്. ജോലിയും കൂലിയും ഇല്ലാതെ തേരാപ്പാര അലഞ്ഞു നടക്കുന്നവനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം. മാഷേ, ആ സജീവ, ബിരിയാണി അടിച്ചിട്ടുള്ള പോക്കാണല്ലേ? എന്താ മച്ചാനെ, പണി പോയെന്ന് പറയുന്ന കേട്ടല്ലോ. എൻ്റെ കൂടെ കൂടുന്നോ? പണി തറയാണെങ്കിലും കാശ് കിട്ടും. എന്നാ ശരി, നിങ്ങൾ സംസാരിക്കേ. ശരി ബ്രോ, ഓക്കെ. എടാ നിനക്ക് ഈ അബ്കാരികളുടെ ഭാര്യമാരൊക്കെ പരിചയമുള്ളതല്ലേ? നിനക്ക് അവരോട് പറഞ്ഞിട്ട് ഒരു ജോലി എനിക്ക് മേടിച്ചെന്നൂടെ? അതാണ് ഞാൻ പറഞ്ഞേ, എൻ്റെ കൂടെ കുടിക്കുവോ? അവരെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ മതി. ചോദിക്കുന്ന കാശ് കിട്ടും. റെഡിയാണോ? ഛേ അതല്ലടാ, ആ പിന്നെ ഒരു ജോലി അവരുടെ കമ്പനിയിലോ മറ്റോ, അതൊന്നും ഒപ്പിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയേ അവിടുന്ന്. അവിടെ പോയി അവരുടെ ബിസിനസ് ഉള്ളിൽ കുളവാക്കാനാണോ? പൊക്കോ, പോയേ പോയേ. വെറുതെ മനുഷ്യന് പണി. ബിരിയാണി കേട്ടിട്ടുള്ള വരവായിരിക്കും. അതെ നായരേട്ടാ, നിങ്ങൾ വെറുതെ ചൊറിയാൻ നിൽക്കാണ്ട് വേഗം ദോശ സാമ്പാർ എടുത്ത് നോക്കി. എടാ, വേലായുധൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിരുന്നു. KT ഫാബ്രിക്സിലെ MD പാർട്ട്ണറോ എന്തായാലും ആളൊന്ന് ഇളക്കി മറിച്ചിട്ടാണ് പോയത്. சின்ன தோசை கிடைக்குமா? இங்கே ரொம்ப ஃபேமஸ்னு கேள்விப்பட்டிருக்கேன். മോൾക്ക് ഭയങ്കര ഇഷ്ടം. കുട്ടി ദോശയല്ലേ സാറേ? ഉണ്ട്, ഇവിടെ ഉണ്ട്. വന്നാട്ടെ വന്നാട്ടെ. ചട്നി. സാറിനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഇവിടുത്തെ ദോശയും സാമ്പാർ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, പാപ്പാക്ക് ഒരേ വാശി ഇവിടെ വന്ന് സാപ്പിടണമെന്ന്. അതിനെന്താ, എപ്പോൾ വെള്ളം ഇങ്ങോട്ട് വരാമല്ലോ. പേരെന്താ? നാരായണൻ. നാരായണൻ നായരനാ. അപ്പം നായരേട്ടാണ് വിളിക്കാം. ഓ, അങ്ങനെ തന്നെ എല്ലാവരും വിളിക്കുന്നത്. കഴിക്കും മോളെ. അതെ നായരേട്ടാ, ഓ, എന്താ? ഞാൻ വേലായുധൻ, KT ഫാബ്രിക്സിന്റെ ഓണറാ. നിങ്ങളുടെ പരിചയത്തിൽ ഇവിടെ ജോലി നോക്കേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? മീൻസ് ജോലി പോയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും? സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര പേരെ കിട്ടും? ഞാൻ സഹായിക്കേണ്ട കാര്യമുണ്ടോ? ആക്ച്വലി നായരേട്ടാ, എനക്കൊരു മീഡിയോക്കർ തന്നെ വേണം. നന്നായിട്ട് പണി ചെയ്യുന്ന ആള് വേണ്ട, കാശ് കൂടും. ഒട്ടും പണി ചെയ്യാത്ത ആളും വേണ്ട, നമുക്ക് പണിയാവും. മിഡിൽ റേഞ്ച് ആള് തന്നെ വേണം. ഏജ് നോ ഇഷ്യൂസ്. ആഹാ, അടിപൊളി. അപ്പം ഇനി ആരെ അങ്ങേരുടെ അടുത്തേക്ക് അയക്കാൻ പോണേ? നിന്നെ തന്നെ. ഞാനോ? ആ പിന്നല്ലാതെ. അത് കൊള്ളാം. എൻ്റെ പൊന്ന് നായരേട്ടാ, ഒരു ജോലി പോയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക്
വീണ്ടുമോ? എടാ ആകെയുള്ള മോതിരം വിറ്റ കാശ് തീർന്ന മോൻ ശരിക്കും ഒന്ന് ക്ഷീണിക്കും. 40-45 വയസ്സായില്ലേ? ശരിയാ, നമ്മൾ ഏകദേശം ഒരു പ്രായമാണെങ്കിലും ഞാനിപ്പോഴും പാർക്കിംഗ് കിട്ടാത്ത വണ്ടി പോലെ കറങ്ങി നടക്കുക. ഫ്രാൻസേട്ടാ, ഇഫ് യു കാണ്ട് ജസ്റ്റ് ലീവ്. ഇവിടെ ആൾക്കാർക്ക് ചുമ്മാ പണി ഉണ്ടാക്കല്ലേ. സോറി സാർ, എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ പറഞ്ഞെങ്കിൽ കമ്പനിയുടെ ഗുഡ്വിൽ തിരിച്ചു വരും. യു ഹാവ് സെൻഡ് എ റോങ് മെയിൽ ടു ദ റോങ് കമ്പനി. ഗോ ആൻഡ് റെക്ടിഫൈ ഇറ്റ്. ഗോ ഗോ ഗോ. കം ടു മീ ആഫ്റ്റർ റെക്ടിഫൈങ് ഇറ്റ്. ആ ജോലി, യെസ് സാർ. എന്താ ടൈയൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾക്ക് പോലും ടൈ ഇല്ല. സാർ ഇതൊരു ഇൻ്റർവ്യൂ അല്ലേ സാർ? പിന്നെ ജോലിയെപ്പറ്റി നായരട്ടൻ പറഞ്ഞിരുന്നു. ഇതുക്ക് മുമ്പുള്ള കമ്പനിയിലേക്ക് എങ്ങനെ ജോലി പോയിന്ന് ഞാൻ ഒന്നും ചോദിക്കില്ല. ബട്ട് ഹിയർ ഞാൻ പറഞ്ഞ ജോലി ചെയ്യണം. ഓക്കെ സാർ, ഞാൻ ചെയ്യാം. ഓക്കെ, ഗുഡ്. പിന്നെ റെസ്യൂമിലെ സിംഗിൾ എന്നാണല്ലോ കണ്ടത്. വൈ യു ഡിഡ്ന്റ് മാരി? സാർ ഞാൻ ഡൈവോഴ്സ്ഡാണ്, ഇപ്പോൾ സിംഗിളാണെന്നുള്ളൂ. സോറി. ഇറ്റ്സ് ഓക്കെ സാർ. റോസ്, കം ഹിയർ. യെസ് സർ. ആ റോസ്, ഇത് ജോലി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ? ഇതാണല്ലേ? യെസ്, ഗുഡ്. സോ റോസ് വിൽ ടെൽ യു വാട്ട് ടു ഡു. ഓക്കെ, I have a meeting to go. Okay, sir. You please carry on. യെസ് സർ. Okay, Rose? യെസ് സർ. Good. പ്ലീസ് കം. ജോളി, ഈ പ്രായത്തിൽ ജോലി മാറുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അത് ചിലപ്പോൾ ഹൈക്കിനോ ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്കോ വേണ്ടിയാവും. ഇതിപ്പോൾ കുറച്ച് ഡിഫറെൻറ്റാ. ശരിയാണ് മാഡം. വേലായുധൻ സാർ ജോലി പോയ കാര്യം പറഞ്ഞപ്പോഴേ മനസ്സിലായി എന്നെപ്പറ്റി നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ടെന്ന്. സ്ട്രഗിൾ ഇതുവരെ തീർന്നിട്ടില്ല മാഡം, ഇപ്പോഴും പച്ച പിടിച്ചിട്ടില്ല. ചിലരങ്ങനെയാടോ ലൈഫിൽ സ്റ്റക്കാവും. എന്നെ തന്നെ നോക്കൂ, ഞാൻ തന്നെ ഒരു എക്സാമ്പിളാണ്. 10 കൊല്ലമായി ഈ നാട്ടിൽ വന്നിട്ട്. മാസം മാസം പൈസ അയച്ചു കൊടുക്കുമെന്നല്ലാണ്ട് കടം തീരുന്നുണ്ടോ? അതുമില്ല. ലൈഫൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും. ജോലിക്ക് കടമൊന്നുമില്ലല്ലോ, അതന്നെ ഒരു ഭാഗ്യമല്ലേ ജോലി. ജോലിയും കൂലിയും ഇല്ലാത്തവന് ആരാ മാഡം കടം കൊടുക്കണത്? ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 2-3 കൊല്ലമായി. ഞാൻ താമസിക്കുന്നിടത്ത് 2 ഹോട്ടലുള്ളത് കൊണ്ട് അവിടുത്തെ മുതലാളിമാരുടെ കരുണ കൊണ്ടാണ് ജീവിച്ചു പോണത്. ജോലികൾ കുറേ മാറി മാറി ചെയ്തു, പക്ഷെ എന്താ കാര്യം? ആ പറ മാഡം, ഇവിടെ എന്താ എൻ്റെ ജോലി? ഇവിടെ തൻ്റെ ജോലി രസാ, ഒരവീതം കണ്ടുപിടിക്കൽ. മനസ്സിലായില്ല മാഡം. എടോ, ഇവിടെ നവമി എന്ന് പറയുന്ന ഒരു സ്റ്റാഫുണ്ട്. ആള് ഭയങ്കര സ്മാർട്ടാ. നമ്മുടെ വേലായുധൻ സാറിന് ഇവിടെ മേലൊരു കണ്ണുണ്ട്. പക്ഷേ രോഹിത് എന്ന് പറയുന്നൊരു ചെറുക്കനായിട്ട് ഇവക്കൊരു അഫയറുണ്ട്. അവനും ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. തൻ്റെ ജോലിയെന്ന് വെച്ചാൽ ഇവരെവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നുവെന്ന് കണ്ടുപിടിച്ച് ഫോട്ടോ സഹിതം വേലായുധൻ സാറിനെ ഏൽപ്പിക്കുക. അത്രയേ ഉള്ളൂ തൻ്റെ ജോലി. പിന്നെ ഇവർ രണ്ടുപേരും വേറെ മാരീഡാട്ടോ. എൻ്റെ പൊന്നു മാഡം, ഞാനിവിടെ കയറി ഒരു നല്ല ജോലിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാ. ഇതിനെയാണ് ഇപ്പോൾ ശരിക്കും പണി കിട്ടാന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു MA കാരനല്ലേ. ട്രൈ, യു ക്യാൻ ഡു ഇറ്റ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിലും ഭേദമല്ലേ ഇങ്ങനൊരു ജോലി. അതും ശരിയാ. ദേ ആ വരുന്നതാ നവമി നിന്റെ ബാക്കിൽ. രോഹിത്തിനെ ഞാൻ കാണിച്ചു തരാം. ദാ
ഇതാണ് രോഹിത്. എനിവേ, ആലോചിച്ചിട്ട് പറയൂ. ചുമ്മാ ഉടായ്പ കളിക്കാതെ ചീട്ടിടുതാരേട്ടാ. ആടാ, നമ്മുടെ സ്ഥിര സ്ഥലത്തുണ്ട്. നീ ഇങ്ങോട്ട് പോരെ. പിന്നെ എന്തായി, കിട്ടിയോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പിന്നെ ആ ചൊറിയന്മാർ അവിടെ ഉണ്ടോ? ആ ഓക്കെ. കളി പഠിച്ചിട്ട് വെക്കാം. നീ കണ്ട കളിയല്ലടാ കളി. കൊണ്ടുപോയി തിന്നി. ചീട്ടറാ കളിക്കാതെ. ആഹാ, എന്തെന്നാ പോയില്ലേ? കിട്ടിക്ക. അടിപൊളി. ഇങ്ങട് വാടോ, കുത്തിരിക്കി കാര്യങ്ങൾ ചോദിക്കട്ടോ. ഇനി നിനക്ക് ധൈര്യമായിട്ടിരിക്കാം. മിടുക്കൻ. ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജോലിയുടെ കാര്യം രസം. ചേട്ടാ, വണ്ടി ഇങ്ങനെ பார்த்தேன். எல்லாரும் இங்கே தான் இருக்கீங்களா? അതെ, അവസാനം നമ്മുടെ ജോലിക്കൊരു ജോലി കിട്ടി. അയ്യോ, ജോലിക്കൊരു ജോലി കിട്ടി. ചേട്ടാ, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. கிடைச்சிருக்கு KT Fabrics. ஓ, ചേട്ടാ, அப்படியே எனக்கு ஒரு வேலை, பெரிய കമ്പനി. ഓനെ ദിനേശ, ആദ്യം ഓനൊന്ന് അവിടെ കേറട്ടോ. ഇയൊക്കെ ചെറുപ്പല്ലേ, എനക്ക് ഷുവറാ കിടക്കും. സാലറി എത്ര ഉണ്ട് മാഷേ? ഓ, അതൊന്നും പറയാതിരിക്കാ വേദം. ഓ, എൻ്റെ മുഖാംബികെ, ഇപ്പം ഇത്തവണ റൂമാടയുടെ ഷെയർ മുറങ്ങാതെ കിട്ടും. ആശ്വാസമായി. ഓ, വാടക ദുരന്തം തുടങ്ങി. ഓ, അവനിപ്പോ അതാ വലിയ കാര്യം. ഒന്ന് നിർത്തിയടാ. ഒരുത്തിനൊരു ജോലി കിട്ടിയപ്പോൾ എന്തൊക്കെ കമന്റുകളാ. നീ ആദ്യം ഇതിലൊന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്, അല്ലേക്കാ? അതന്നെ, ഇന്ന് എന്തായാലും ആഘോഷിക്കണം. ഒന്ന് നിർത്തടാ, ഞാൻ ഒന്ന് പറയട്ടെ. മല മേലെ മേലെ മേട്ടിലുണ്ടൊരു നാട്, തലവാല് പോയ ചേലിലുള്ളൊരു നാട്, കയ്യാലപ്പുറം തന്നിൽ വെച്ചൊരു തേങ്ങ കണക്കാണ്, വയ്യാനായകൾ പൂഞ്ചോലപ്പുഴ നീന്തണ പോലാണ്. നായര് ചേട്ടനുണ്ട്, ചേട്ടന്റെ ദോശയുണ്ട്, സാമ്പാർ ഒഴിച്ചത് കൂട്ടി നഞ്ചാറ് ദോശയകത്തേക്ക്. നായര് ചേട്ടനുണ്ട്, ചേട്ടന്റെ ദോശയുണ്ട്, സാമ്പാർ ഒഴിച്ചത് കൂട്ടി നഞ്ചാറ് ദോശയകത്തേക്ക്. നാട്ടിൽ ജോലി തേടി നിന്നാൽ കിട്ടാൻ മുട്ടാണെന്നേ, പണവും പവറും നോക്കി നിന്നാൽ പട്ടിണി തിരിയാണേ. തുനിഞ്ഞിറങ്ങിയതാര്, അവനാണ് ജേതാവ്. തകിലടിച്ച് കൊട്ടട മോനെ വരവായി ഗജരാജൻ, കയ്യാലപ്പുറം തന്നിൽ വെച്ചൊരു തേങ്ങ കണക്കാണ്, വയ്യാനായകൾ പൂഞ്ചോലപ്പുഴ നീന്തണ പോലാണ്. ഈ കടയുമുണ്ട്, മട്ടൻ ബിരിയാണിയുണ്ട്, സാലഡ് പപ്പടം കൂട്ടി കുഴച്ചത് ലേശമകത്തേക്ക്. ഈ കടയുമുണ്ട്, മട്ടൻ ബിരിയാണിയുണ്ട്, സാലഡ് പപ്പടം കൂട്ടി കുഴച്ചത് ലേശമകത്തേക്ക്. നായര് ചേട്ടനുണ്ട്, ചേട്ടന്റെ ദോശയുണ്ട്, സാമ്പാർ ഒഴിച്ചത് കൂട്ടി നഞ്ചാറ് ദോശയകത്തേക്ക്. ഈ കടയുമുണ്ട്, മട്ടൻ ബിരിയാണിയുണ്ട്, സാലഡ് പപ്പടം കൂട്ടി കുഴച്ചത് ലേശമകത്തേക്ക്. നായര് ചേട്ടനുണ്ട്, ചേട്ടന്റെ ദോശയുണ്ട്, സാമ്പാർ ഒഴിച്ചത് കൂട്ടി നഞ്ചാറ് ദോശയകത്തേക്ക്. ഈ കടയുമുണ്ട്, മട്ടൻ ബിരിയാണിയുണ്ട്, സാലഡ് പപ്പടം കൂട്ടി കുഴച്ചത് ലേശമകത്തേക്ക്. ഇതുപോലൊരു ജോലിയെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
കമ്പനിയിലെ അവിഹിതം കണ്ടെത്തൽ. ചുരുക്കം പറഞ്ഞാൽ ഒരു മാമാപ്പണി പോലെ. ഒന്ന് ചിന്തിക്കുമ്പോൾ കുഴപ്പമില്ല നായരേട്ടാ, നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കുന്നതിനും എത്ര ഭേദമല്ലേ ഇത്. ശരിയാടോ, ഇതൊന്ന് നോക്ക്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലേലും സ്വാതന്ത്ര്യമില്ലാതെ എന്ത് ജീവിതം. പിന്നെ അനക്കിപ്പോൾ ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ ജീവിക്കാലോ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോ വിഘ്നങ്ങൾ തീർത്തുകളയാടുക സർവകാലം സർവത്രകാരണി സരസ്വദേവന്റെ ശങ്കരധ്യാന പ്രകാരം ഗ്രഹിക്കരുത് നിങ്ങൾക്ക് ലാഞ്ചിതം കോടീരബന്ധനം ഗംഗാഭുജംഗവും നെറ്റിത്തടന്തൽ അംഗജന്മാവിനെ ചുട്ടോരു നേത്രവും അംഗചന്ദ്രമാർക്കിടവാകിയ തൃക്കണ്ട് രണ്ടും തിരുനാസികാഭയം 7 മണിയായി ജോലിക്ക് വേണ്ടേ? എൻ്റെ പൊന്നു പോയി, എനിക്ക് വൈകിട്ട് 5 മണിക്കല്ലേ ജോലി. അവരെവിടെ പോണേന്ന് പിന്നാലാണെന്ന് കണ്ടുപിടിക്കലല്ലേ നമ്മുടെ പണി. ഓ അത് ശരിയാണല്ലേ, 5 മണിക്കാണല്ലോ അല്ലേ. ഒരു കാര്യം ചെയ്യും, 4:30 മണിക്ക് വിട്ടോ. അപ്പൊ പിന്നെ നോ പ്രോബ്ലം ചേട്ടാ, അടിച്ചു വിളിക്ക്. അപ്പൊ ഒരു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എന്തായാലും നല്ല കാര്യത്തിൽ പോകല്ലേ. എന്റെ വക ഒരു സ്പെഷ്യൽ പ്രാർത്ഥന പഠിച്ചു. 51 അക്ഷരാളി കരുതരുത് വേദമാകുന്ന ശാഖയെ കൊമ്പത്തൻ കൂട് പൂക്കും കുസുമതലിൽ നിന്നും പുതേൻ കുഴമ്പ് ചെമ്പുൾത്താർ മാഠംബ പ്രസം സുഹൃതു പാർത്ഥ സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടന്തൻ കടലവലാധീശ്വരി വിശ്വനാഥേ മണിദേവി സൂര്യ ഇലവേരി സുഭകേവിടരും വാണി വൈഭവം നാഥേ പ്രിയേ. ധീരമായിട്ട് പോട്ടോ. I'll be coming up hot for a minute. Everybody know the drop when I'm in it. I drop the top when I'm in it. Everybody know the drop when I'm in it. Yeah, I go so dumb. Everybody know what flow I'm on. You already know when the click come through to the shit, then it's about to be a show we run. Everybody know the drop when I'm in it. I drop the top when I'm in it. Everybody know the drop when I'm in it. Yeah, I go so dumb. Everybody know what flow I'm on. You already know when the click come through to the shit, then it's about to be a show we run. Yeah, I go so dumb. Everybody know what flow I'm on. You already know when the click come through to the shit, then it's about to be a show we run. എന്തൊരു പരീക്ഷണത്. ശരിക്കും എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചുമ്മാ തേരെ പാര നടക്കാന്നല്ലാതെ ഞാനൊക്കെ രക്ഷപ്പെടുമോ? എടോ തന്നെയാ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. താൻ ആരാ? അത് നമ്മളെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ടല്ലോ. ഏയ് ഇല്ല. ഇല്ലാന്നോ? പിന്നെ താൻ എന്തിനാണോ ഇവിടെ നിൽക്കുന്നത്? അത് ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. അടിച്ച് തൻ്റെ കാരനെ കുറ്റി ഞാൻ പൊട്ടിക്കും. അവൻ്റെ ഒരു വെയിറ്റ്. മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ ഇപ്പം പോലീസിനെ വിളിക്കും. കേട്ടടാ? ഏടായിരുന്നടാ ഇതുവരെ? അങ്ങനെ അതും പോയി. പോയതല്ലല്ല, ഓൻ വേണ്ടാന്ന് വെച്ചതല്ലേ. എടാ ജോളി, നീ സജീവനെ കണ്ടുപിടിക്ക്. പറയുമ്പോ ഏറ്റവും തല്ലിപ്പൊളി ഏർപ്പാടാ ഓൻ്റെ. പക്ഷേ ഓൻ്റെ കാര്യവും ഓൻ്റെ പൊരയിലെ കാര്യവും ഓൻ നല്ല ഉസ്സാറായി നോക്കണുണ്ട്. വിടുക്ക. എടാ ജോളി, എൻ്റെ ഒരു ബന്ധുവുണ്ട്, അവനങ്ങ് യൂറോപ്പിലാണ്. ഞാൻ അവനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. നേരട്ടാ നടക്കണ കാര്യം വല്ലതും പറ. നിങ്ങള് നടക്കൂടാ, അവനിവിടെ ദുബായി വരുന്നുണ്ടെന്നേ. അവനിവിടെ ബെഹറിന് വന്ന് എന്നെ കാണാതെ പോകത്തില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കാര്യം അങ്ങ് പറയും. എന്താ? ആ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് മടുത്തു. ചേട്ടാ, என்ன எல்லாம் ஒன்றா இருக்கீங்க? என்ன விசேஷம்? അടുത്ത കാണോ പുളി மறுபடியும் ஜாப் கிடைச்சிருச்சா?
ஆமாம். ഇനി ഇവൻ്റെ തന്നെ കൂടെ കേൾക്കണം. ஓகே, ஜோக்ஸ் அப்பார்ட், ஒரு ஹாப்பி நியூஸ் இருக்குது. எனக்கும் கேடி ஃபேப்ரிக்ஸில் வேலை கிடச்சிருக்கு. ആ ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവുണ്ടായുള്ളൂ. ஸோ இனிமேல் நம்ம 2 பேரும் കൊളീഗ്സ്. സൂക്ഷിച്ചും കണ്ടൊക്കെ കയറ്. ചിലപ്പോൾ എനിക്ക് കിട്ടിയ പോലത്തെ വല്ല ജോലിയായിരിക്കും അവിടുത്തെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. அதெல்லாம் ஒன்றும் பிரச்சனை இல்லை சார். ஸ்பை ஒர்க்கில் நான் கிங்கு. അക്കൗണ്ട്സ് അറിയോ? ചിലപ്പോൾ അതും ഉണ്ടാവും. அதெல்லாம் பிரச்சனை இல்லை. சிஏ இன்டர் சார்ண்ணா. അതപ്പോ MBA എന്നല്ലേ നീ ചൊല്ലിയത്? அது MBA CA எல்லாம் ஒன்று தானே. அதெல்லாம் ஒன்றும் பிரச்சனை இல்லை. என்ன ചേട്ടാ? ആ ഓക്കെ ഓക്കെ, കൺഗ്രാജുലേഷൻ. தேங்க்யூ தேங்க்யூ சார். എന്തെങ്കിലും കഴിച്ചിട്ട് കൂടോ. ஐயோ ചേട്ടാ, இதை சொல்ல தானே வந்தேன். நைட்டு பார்க்கலாம், சரியா? ஓகே பாய். ഓ അപ്പോൾ രാത്രിയിലും ഉണ്ടോ നല്ല? So now I understood why you are not sticking anywhere. You don't have interest in anything. വെറും 10 ദിവസം കൊണ്ട് റെസിഗ്നേഷൻ. നിങ്ങൾ എനിക്ക് ഫോട്ടോസ് തരുന്നുണ്ടല്ലോ, പിന്നെന്താ? ആൻഡ് ഐ എം ഗിവിംഗ് യു ഓൾ ഫെസിലിറ്റീസ്, ഐഫോൺ, ഫുഡ് എക്സ്പെൻസസ്. ദെൻ വാട്ട്സ് ദ പ്രോബ്ലം? അങ്ങനെയല്ല സാർ, ഈ ജോലി എനിക്ക് പറ്റിയതല്ല. പിന്നെ എന്ത് ജോലി? നിങ്ങളുടെ പാസ്റ്റ് ഞാൻ ഫുള്ള് നോക്കി. ഈ കൺട്രിയിലെ നിങ്ങൾ ജോലി ചെയ്ത എല്ലാ സ്ഥലത്തിലും യു ഹാഡ് പ്രോബ്ലംസ്. ടെൽ മി ജോലി, നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും? ബോസ് സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിനപ്പുറത്തേക്ക് ഞാൻ പറയാണ് സാർ, എനിക്കറിയില്ല. ആസ് എ ബ്രദർ ഞാൻ പറയുകയാണ്, എന്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാനൊരു ചാൻസ് കൂടി തരാം. KT ഫാബ്രിക്സിൻ്റെ സെയിൽസിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ ജോലിക്ക്? പറ്റും സാർ, തീർച്ചയായിട്ടും പറ്റും. ഞാനങ്ങനെ കൺവിൻസ് ആക്കും? ഇപ്പം എനിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ കയ്യിലൊന്നുമില്ല സാർ. വർക്ക് തുടങ്ങട്ടെ. ടെൽ ത്രൂ യുവർ വർക്ക്, ബി കോൺഫിഡൻറ്റ്. സോ you are into the sales department of KT Fabrics. Not from tomorrow, not from the next day, from this moment. Okay? ഓക്കെ സാർ. ഹലോ, ആ മാം, ഞാൻ ജോളിയാണ്, KT ഫാബ്രിക്സിൽ നിന്ന്. ഹായ് ജോളി. മാഡം പറഞ്ഞ പോലെ ഷാൽ ഐ കം ടു യു അറ്റ് 2 PM ടുഡേ? ബട്ട് നോട്ട് ഇൻ മൈ ഓഫീസ്. We shall meet at Hannah Bakes, Manama. Okay, ma'am. Thank you. മാഷേ, ഇതുപോലെ കാര്യത്തിൽ ഇറങ്ങുമ്പോൾ സമയത്തിനെ കുറച്ച് വില കൽപ്പിക്കണം. അതിപ്പോൾ ഇതുപോലെയുള്ള കാര്യം മാത്രമല്ല, ഏത് കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ സീരിയസ് ആവണം. ആ എന്തായാലും പോയത് പോയി, ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ സമയത്തിന് ഇറങ്ങിയതാ പോയി. എന്നിട്ടിപ്പോൾ എന്തായി? സമയത്തെത്താൻ പറ്റിയില്ലല്ലോ? പറ്റിയോ? ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ജോലിയില്ല പോയി. ഇനിയിപ്പോൾ വാടക എൻ്റെ ജോളി, നിങ്ങൾ ഇത്രയും നേരം നിങ്ങളുടെ കമ്പനി നല്ലതാണെന്ന് പല രീതിയിൽ പറഞ്ഞു. ഹൗ വിൽ ഐ ഗെറ്റ് കൺവിൻസ്? പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ടെൽ മീ അബൌട്ട് ദാറ്റ്. സാർ, അതിപ്പോൾ ഞാൻ ജോളി, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആരെന്ന് എനിക്ക് അറിയേണ്ട ഒരു കാര്യമില്ല.
പിന്നെ യു ആർ ടു ലേറ്റ്. ഞാൻ പോകാൻ പോവുമായിരുന്നു. ഐ കം ആഫ്റ്റർ മൈ ഡ്യൂട്ടി. യു ആർ ഓൺ ഡ്യൂട്ടി. സാർ ഞാനൊരു കാര്യം ചെയ്യാം, പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഫുള്ളി ഞാൻ സാറിന് മെയിൽ ചെയ്യാം. സോ യു ഡോണ്ട് നോ ഇറ്റ് ബൈ ഹാർട്ട്. എൻ്റെ കമ്പനി നിങ്ങളുടെ കമ്പനിയുമായി എന്തിന് കൈ തരണമെന്ന ചോദ്യത്തിന് ഇതുവരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. സാർ ബൈ ഹാർട്ട് അത് ജോളി, I love smart people, not mediocres. ബുക്കും മഷീൻ തീർന്നത് മെച്ചം. നായരെ, കച്ചവടമൊക്കെ മോശാണ്ടോ? ഇത് കണക്കിന് നാട്ടിൽ പോണതാ നല്ലത്. നോക്ക്, മുയ്യോം കിട്ടാക്കടാ. പിന്നെ ഇത് ഇക്ക കുറച്ചാളായി പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഉടനെ ഒന്നും നാട്ടിൽ പോകാൻ പോകുന്നില്ല. വേണ്ട, ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ഇവൻ പോലും നാട്ടിൽ പോകുന്നില്ല എന്നല്ലേ? അല്ല, നീ പോയ കാര്യം എന്തായി? ഓ അത് ശരിയായില്ല നായിട്ടേട്ടാ. എന്തോന്നു? ഇനിയിപ്പോൾ ആ വേലായുധൻ സാറിനോട് എന്ത് പറയുമെന്ന് അറിയാൻ പറ്റില്ലാത്ത. അല്ല ജോലി, സത്യം പറ, നിനക്ക് എന്ത് ജോലിയാ പറ്റുന്നേ? എനക്കും ആ ഒരു സംശയം ഉണ്ട് കേട്ടാ. അറിയില്ല, ശരിക്കും അറിയില്ല. പണ്ട് ചെറുപ്പത്തിൽ ജോലിക്കായി വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മയ്ക്കും അച്ഛനൊരു പ്രതീക്ഷയായിരുന്നു. പിന്നീട് ഞാനൊന്ന് രക്ഷപ്പെടണം എന്നുള്ള പ്രാർത്ഥനയായി. ഒടുവിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹവും. സത്യമായിട്ട് എനിക്കറിയില്ല നായരേട്ടാ, എനിക്കെന്ത് ജോലി ചെയ്യാൻ പറ്റണമെന്ന്. നിലാവു മാഞ്ഞു പോയതിന്നുമെന്തേ, എന്നിലെ കിനാക്കളിന്നു നേർത്തു മാഞ്ഞതെന്തേ, മഴയിതൾ പൊഴിയുമോ വിദൂരേ വിമുഖം, തളരുമീ ചിറകുകൾ തലോടും കരങ്ങൾ, മറയുകയായി മായാജാലം പോലെ, ഇരുളുകയായി ഈ മേഘങ്ങൾ. തിരയൊഴിയാ തീരമേതോ നിറമണിയാ മോഹമായി, തിരയൊഴിയാ തീരമേതോ നിറമണിയാ മോഹമായി, വഴി തിരഞ്ഞോർത്തു പോകാൻ എരിയുമീ നാളമായി നീ. എത്തിയല്ല, ഇതിനകത്ത് ചിക്കൻ അല്ലെന്നല്ലേ എനിക്ക് ചിക്കനും ബീഫൊന്നും ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. ഓ, ചിക്കൻ ഒന്നും ഇല്ലടൂ, ഇതങ്ങ് കൂട്ടി കഴിക്കും. എന്തേലും കൊടുത്തേരെ. ആഹാ, അങ്ങനെ അന്റെ ടൈമും വന്ന് ദാ ഇരിക്കണതാണ് അന്റെ ടൈം. അരവിന്ദാണ്. ഹോപ്പ് യു ആർ ഓക്കെ. യെസ്, ഓക്കെയാണ്. പക്ഷേ കുറച്ച് ടെൻഷനുണ്ട്. എന്തിനു ചോദിച്ചാൽ ഇതൊക്കെ ഒരു ഫണ്ണാക്കി എടുക്കണ്ടേ, അല്ലാതെ ലൈഫിൽ തോറ്റു എന്നുള്ള ചിന്തയൊന്നും വേണ്ട. തോറ്റു മിണ്ടാതിരിക്കുന്നൊന്നുമില്ലല്ലോ. യു മൂവ് ഓൺ, അല്ലേ? ദാറ്റ്സ് യുവർ വിക്ടറി. ഇപ്പോൾ ഇതാ നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പോകുന്നു.
നായരേട്ടൻ നിങ്ങളുടെ കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. പോരാത്തിന് ഇന്നലെ പുള്ളിയുടെ വീട്ടിലായിരുന്നു താമസിച്ചത്. നിങ്ങളുടെ ഫുൾ ലൈഫിനെ പറ്റിയും പുള്ളി പറഞ്ഞു. ആ 100 ആയുസാണല്ലോ. കൊച്ചേട്ടൻ്റെ കാര്യം ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. പെട്ടിയൊക്കെ എടുത്ത് വെച്ചോ? എന്ത് പെട്ടി നായരേട്ടാ? ഒരു ബാഗ് അത്ര തന്നെ. പിന്നെ അരവിന്ദന് ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ? എൻ്റെ ജോലിച്ചായ ലൈഫിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടാവണം, എന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇത്രയും കാലം ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ജീവിച്ചില്ലേ, അതുപോലെ തന്നെ. പിന്നെ തോൽവി എനക്ക് പുത്തരിയൊന്നും അല്ലല്ല. ഓയി പയറ്റി നോക്കടോ. പിന്നല്ല. അതെ അതെ. ജോലിച്ചായ ചാങ്സിനോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ടോ, ഞാൻ പുറത്തുണ്ടാവും. പോട്ടെ. നായരേട്ടാ, ഞാൻ പോണു. നീ നന്നാവണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. എപ്പോഴും കുത്തുവാക്ക് പറഞ്ഞ് നിന്നെ നോയിപ്പിക്കുമ്പോഴും മനസ്സിൽ നീ രക്ഷപ്പെടണമെന്ന് തന്നെ. എന്തെങ്കിലും മനസ്സിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ നായരോട്ടിനോട് പൊറുക്കണം നീ. ഛേദമില്ലാത്ത ചില ഇഷ്ടങ്ങളുണ്ട്. അത് ചില വ്യക്തികളോടായാലും ചില സാധനങ്ങളോടായാലും അതെന്നും നിലനിൽക്കും. അതുപോലെയാണ് നായരേട്ടനും ഇക്കയൊക്കെ. എവിടെ ചെന്നാലും എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളെല്ലാം മനസ്സിലുണ്ടാവും. പിന്നെ നിങ്ങളുടെ ബിരിയാണിയും ദോശയും സാമ്പാറൊക്കെ. ഒരുപക്ഷെ ഇതുപോലുള്ള ഇഷ്ടങ്ങളായിരിക്കാം എപ്പോഴും ശാശ്വതമായിട്ടുണ്ടാവുക. എന്തൊക്കെ മാറി മറിഞ്ഞാലും എന്തൊക്കെ ഉണ്ടായാലും ഇതെല്ലാം എന്നും ഉണ്ടാവും. പോട്ടെ നേരട്ടാ. അല്ലടോ, പോയിട്ട് വരാന്ന് പറയ്. ഞാൻ വരും, വരാതെ എവിടെ പോകാൻ? ഇക്കയും നായരേട്ടനൊക്കെ കാണാൻ ഞാൻ ഇനിയും വരും. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു വന്നോ? പോയി വാ. കാണാം. എവിടെ പോയാലും സന്തോഷമായിട്ടിരിക്കും. മാഷേ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓക്കെ. നോക്കിക്കോണേ. ഞാൻ നോക്കിക്കോളാം, വിഷമിക്കണ്ട. യൂറോപ്പിലോ ഉഗാണ്ടയിലോ എവിടെങ്കിലുമൊക്കെ പോയി ഒന്ന് രക്ഷപ്പെടറോ. ശരി എന്നാ, ഓക്കെ, ബൈ. എക്സ്ക്യൂസ് മീ, അത് ഈ നായരേട്ടൻ? അതെ, ആരാണ് നായർ? ചേട്ടൻ തന്നെ. ചേട്ടാ, ഇവിടെ അടുത്ത് റൂം റെന്റിന് കൊടുക്കുന്ന കാര്യം ചേട്ടനോട് ചോദിച്ചാൽ പറയുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ഇവിടെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞതാ. ഞാൻ ഒരു വിസിറ്റിംഗ് വിസയിലായിരുന്നു. ഇപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് KT ഫാബ്രിക്സിൽ. അപ്പോൾ മാറുമ്പോൾ റൂമും കൂടി ഒന്ന് മാറാമെന്ന് വിചാരിച്ചു. KT ഫാബ്രിക്സിലെ വേലായുധൻ സാറിൻ്റെ അല്ലേ? വേലായുധൻ സാറിന് അമ്മനെ. അപ്പോൾ എന്തെങ്കിലും റൂമിൻ്റെ കാര്യം എന്തെങ്കിലും റെഡി ആകുമ്പോൾ പറയണേ, ഞാൻ മൊബൈൽ നമ്പർ തരാം. പേരെങ്ങനെ പറഞ്ഞേ? ഞാൻ PP ജോളി. PP ജോളി. ജോളി ഞാനാളൊരു ജോളി, വേഗം വേഗം വേണ്ടത് ജോലി, പുതിയൊരു ജോലി. എന്തോരം പോയേ പോകാനതിലേറിയതുണ്ട്, വിണ്ണോരം നീളെ സ്വപ്നങ്ങൾ കാണുവതേറെ. എന്നാണ് ഈ ലൈഫിൽ അടിമുടി മാറണം, അതിനൊരു പോംവഴി. എല്ലാമേ എന്നുടെ തലയിലെടുത്താണ്.